എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ചതയം നക്ഷത്രത്തിന്റെ പൊതുവായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. രാശിചക്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ 24ാമത്തെ നക്ഷത്രമാണ് ചതയം. അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. കടമ്പ് വൃക്ഷവും ആകാശം ഭൂതവും പെൺകുതിര മൃഗവും പക്ഷി മയിലുമാണ്. ദേവത വരുണനാണ്. സ്ത്രീയോനി നക്ഷത്രവുമാണ്. ചതയം നക്ഷത്രക്കാരുടെ ഒരു പൊതു സ്വഭാവമെന്നത് നല്ല തിളക്കമാർന്ന കണ്ണുകളും ഭീതി കൂടിയ നെറ്റിത്തടവും നീണ്ട മനോഹരമായ മൂക്കും തടിച്ചതല്ലാത്ത ശരീരവും കൊണ്ട് കാഴ്ചയിൽ ശാന്തരും ആകർഷണീയരുമായി കാണപ്പെടുന്നു. സൗമ്യമായ പെരുമാറ്റവും കുലീനത്വമുള്ള പ്രകൃതവും കൊണ്ട് ആരെയും ആകർഷിക്കുവാൻ കഴിവുള്ളവരാണ് ചതയം നക്ഷത്രക്കാർ. ശുദ്ധ ഹൃദയരായ ചതയം നക്ഷത്രക്കാർ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ്. ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ഒരു പ്രത്യേകത എന്നത് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാറില്ല എന്നതാണ്. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ ദേഷ്യം വരികയാണെങ്കിൽ ഇവരെ നിയന്ത്രിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത്രത്തോളം മുൻകോപമുള്ളവരാണ് ചതയം നക്ഷത്രക്കാർ. എന്നാൽ സൗമ്യവും സ്നേഹവുമുള്ള ഒരു ഹൃദയവും ബുദ്ധിയുള്ള മനസ്സുമുള്ളതിനാൽ പെട്ടെന്ന് തന്നെ ഇവരുടെ ദേഷ്യം മാറുകയും സ്നേഹത്തോടെ വീണ്ടും പെരുമാറുകയും ചെയ്യും. ഇത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രകൃതമാണ്. ഇവർ വളരെ ശ്രദ്ധയോടെയും ചിന്തിച്ചു മാത്രമേ ആരോടും സംസാരിക്കുകയുള്ളൂ. തൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നതും മറ്റുള്ളവരോട് പറഞ്ഞാൽ തെറ്റില്ല എന്ന് ചിന്തിക്കാവുന്നതുമായ കാര്യങ്ങൾ മാത്രമേ മറ്റുള്ളവരോട് പറയാറുള്ളൂ. ചതയം നക്ഷത്രക്കാർ ധർമ്മിഷ്ഠരും ധീരരും ധൈര്യശാലിയുമായി കാണപ്പെടാറുണ്ട്. ഇവരുടെ ചിന്തകളും പ്രവൃത്തിയും ശക്തവും ഉത്കൃഷ്ടവുമായിരിക്കും. തീരുമാനങ്ങൾ എടുക്കാനുള്ള സവിശേഷമായ ഒരു കഴിവുള്ളവരുമാണ് ചതയം നക്ഷത്രക്കാർ. ഇവർ ഒരു കാര്യം ഒരിക്കൽ തീരുമാനിച്ചാൽ അത് എന്ത് വില കൊടുത്തും ഭംഗിയായി വിജയിപ്പിക്കുക എന്നത് ജീവിതപ്രദമാണ്. തീരുമാനിച്ച കാര്യത്തിൽ നിന്നും ഒരിക്കലും പുറകോട്ട് പോവുകയില്ല എന്ന് സാരം. അഭിമാനികളും മാന്യരുമായ ചതയം നക്ഷത്രക്കാർ അതിഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിലും അവർക്ക് വേണ്ട രീതിയിൽ സൽക്കാരങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും നല്ല മനസ്സുള്ളവരുമാണ്. നല്ല ദൈവാധീനമുള്ളവരായ ചതയം നക്ഷത്രക്കാർ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കുന്ന കാര്യത്തിൽ താല്പര്യമുള്ളവരാണ്. ഈ നക്ഷത്രക്കാർ വിനോദങ്ങളിൽ താല്പര്യമുള്ളവരാണ്. സ്വന്തമായ ആഗ്രഹങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനാണ് ഇവർ എപ്പോഴും മുൻഗണന നൽകുന്നത്. മാത്രമല്ല കഠിനമായതും ശാരീരികവുമായ അധ്വാനങ്ങളിൽ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. കാര്യങ്ങൾ പേടിയില്ലാതെ ധൈര്യപൂർവ്വം ചെയ്യാനും ഏത് പ്രയാസമേറിയ സാഹചര്യമാണെങ്കിൽ പോലും അതിൽ വിജയം കണ്ടെത്താനും ശ്രമിക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ. എവിടെയാണെങ്കിലും ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും താല്പര്യമുള്ളവരുമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഇവരുടെ കടമകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരും അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് നിറവേറ്റേണ്ടതെന്ന് നല്ല ബോധ്യമുള്ളവരുമാണ്. ഇവർ കൃത്യനിഷ്ഠയുള്ളവരും ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളിൽ 100% സത്യസന്ധത വേണമെന്ന നിർബന്ധമുള്ളവരുമാണ്. സത്യത്തെ മറന്ന് ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സത്യസന്ധമല്ലാത്തതെല്ലാം ഇവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയുണ്ടാക്കുന്നവ തന്നെയാണ്. അത്തരത്തിലുള്ള സത്യസന്ധതയുള്ളതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഒരു വിശ്വാസവും ഇവരോട് ഒരു പ്രത്യേക താല്പര്യവും സ്നേഹവും തോന്നാനുള്ള സാധ്യതയുമുണ്ട്. ഈ നക്ഷത്രക്കാർ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതിനുള്ള ബുദ്ധിയും യോഗ്യതയും ഇവർക്ക് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ ഓർമ്മശക്തി തീർത്തും അത്ഭുതകരമാണ്. ഇവർ ഒരിക്കൽ വായിച്ചതോ കേട്ടതോ കണ്ടതോ ആയ കാര്യങ്ങൾ അത്ര പെട്ടെന്നൊന്നും മറന്നു പോകുന്നവരല്ല. കൂടാതെ ഇവരുടെ മനസ്സിനെ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ശീലവുമുണ്ട്. ചില വിഷമങ്ങൾ ഇവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്താകാനും സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ ദുർബലചിത്തരായിട്ടും ഇവരെ കാണാറുണ്ട്. കൂടുതൽ അറിവ് സമ്പാദിക്കുവാൻ താല്പര്യമുള്ളവരും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും പ്രത്യേകമായ മനസ്സുള്ളവരുമാണ്. ഇവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പകർത്താവുന്നതുമായ രീതിയിൽ ഉദാഹരണ സഹിതമായിരിക്കും ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ഏതൊരു വിഷയവും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇവർ മടി കാണിക്കാറില്ല. മാത്രമല്ല കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാനും പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഇവർക്ക് കഴിയുമെന്നുള്ളതാണ്. അത്രയും ചിന്തിച്ച ശേഷമായിരിക്കും ഇവർ തീരുമാനങ്ങൾ എടുക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഇവർ ചിന്തിക്കാറില്ല. ഈശ്വരവിശ്വാസമുള്ളവരും ആത്മീയ കാര്യങ്ങളിൽ പതിവിൽ കവിഞ്ഞ താല്പര്യമുള്ളവരും അതിലേക്കായി പ്രത്യേക സമയം കണ്ടെത്തി പ്രവർത്തിക്കുവാനും പഠിക്കുവാനും മനസ്സുള്ളവരുമായി ഈ നക്ഷത്രക്കാരെ കാണാറുണ്ട്. ചതയം നക്ഷത്രക്കാരിൽ ചിലർക്ക് തങ്ങളുടെ പിതാവുമായി നല്ല രീതിയിൽ പോകാനുള്ള സാധ്യത കുറവായാണ് കാണുന്നത്. മാത്രമല്ല പിതാവിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ്. പിതാവിൽ നിന്നും കാര്യമായ ശ്രദ്ധയും ഒരുപക്ഷെ ഇവരുടെ ബാല്യകാലത്തിൽ പഠനകാര്യങ്ങളിലും മറ്റും ഇവർക്ക് ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്.
എന്നാൽ ചതയം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികളാണെങ്കിൽ പിതാവിനോട് സ്നേഹവും ഐക്യത്തോടെ കഴിയാനുള്ള സാധ്യതയുമുണ്ട്. ഇവരുടെ പ്രവർത്തന രീതി എന്നത് ഒരു സ്ഥലത്ത് മാത്രം ഒതുക്കി നിർത്താൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം നാട്ടിൽ നിന്നും മാറി അന്യദേശത്ത് താമസിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരുടെ ആരോഗ്യകാര്യത്തെക്കുറിച്ചാണെങ്കിൽ വേണ്ട രീതിയിലുള്ള അധിക ശ്രദ്ധയൊന്നും ഇവർ നൽകാറില്ല. ഇവരെ അലട്ടാൻ സാധ്യതയുള്ള രോഗങ്ങളിൽ പ്രധാനമായും സ്കിന്നുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, പ്രമേഹം, തൈറോയിഡ്, മൂത്രാശയ രോഗങ്ങൾ തുടങ്ങിയവയാണ്. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിച്ചു പോകുന്നത് ഇവർക്ക് നല്ലതാണ്. മാത്രമല്ല, കൃത്യമായ വ്യായാമവും കൃത്യമായ ഭക്ഷണത്തിലും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. മുന്നേ സൂചിപ്പിച്ച പോലെ മുൻകോപത്തിന്റെ കാര്യത്തിലും കുറച്ച് നിയന്ത്രണം വരുത്തേണ്ടത് നല്ലതാണ്. അത് കുടുംബജീവിതത്തിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ജീവിതത്തിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും 35 വയസ്സിന് ശേഷം സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് താരതമ്യേന കുറവായാണ് കാണുന്നത്. കുടുംബജീവിതത്തിൽ ഇവർക്ക് പ്രിയപ്പെട്ടവരുമായി ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രകൃതമായതിനാൽ തന്നെ സ്വയം ചില മാനസിക സമ്മർദ്ദങ്ങളാൽ ബുദ്ധിമുട്ടാനും പ്രത്യേകിച്ച് സഹോദരങ്ങളുമായി ചില പിണക്കങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു. ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നാൽ ഈ നക്ഷത്രക്കാരിൽ ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവിഹിത ബന്ധങ്ങൾ വരാനും വിവാഹം തന്നെ വേണ്ടെന്ന് വെക്കാനുമുള്ള സാധ്യതയും ഏറെയാണ്. ചതയം നക്ഷത്രക്കാർ ഉത്രട്ടാതി, അശ്വതി, കാർത്തിക തുടങ്ങിയ നാളുകാരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, വിവാഹം തുടങ്ങിയവ ഒഴിവാക്കുന്നത് നല്ലതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കി ചെയ്യാവുന്നതാണ്. ചതയം നക്ഷത്രക്കാർ സാഹിത്യം, കല തുടങ്ങിയ വിഷയങ്ങളിൽ പ്രത്യേകമായ കഴിവുള്ളവരും ആ രംഗത്ത് പൊതുവെ അറിയപ്പെടാനും ചിലർ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവരുമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടാനുള്ള കഴിവുണ്ട്. സൈക്കോളജി അല്ലെങ്കിൽ സ്പർശന തെറാപ്പി മേഖലകളിലും വൈദ്യശാസ്ത്ര മേഖലയിലും ജ്യോതിഷത്തിലും വൈദഗ്ധ്യം നേടാനും അത്തരം മേഖലകളിൽ പേരും പ്രശസ്തിയും നേടാനുള്ള കഴിവുമുള്ളവരാണ്. ചതയ നക്ഷത്രക്കാർക്ക് അനുകൂലമായ മറ്റു തൊഴിൽ മേഖലകളാണ് ഇലക്ട്രീഷ്യൻ, ഹീമോതെറാപ്പിസ്റ്റ്, ബഹിരാകാശ സഞ്ചാരികൾ, പൈലറ്റ്, മിലിറ്ററി ട്രെയിനർ, സിനിമ അല്ലെങ്കിൽ ടെലിവിഷൻ സംബന്ധമായ ജോലികൾ, സിനിമാ നടൻ അല്ലെങ്കിൽ ചിത്രകാരൻ, മോഡൽ, ഫോട്ടോഗ്രാഫർ, ടീച്ചർ അല്ലെങ്കിൽ ശാസ്ത്രരചയിതാവ്, ന്യൂക്ലിയർ ഫിസിക്സുമായി ബന്ധപ്പെട്ട ജോലികൾ, ഫാർമസ്യൂട്ടിക്കൽ ജോലികൾ, ഡോക്ടർ അല്ലെങ്കിൽ സർജൻ, ആൽക്കഹോൾ നിർമ്മാണം അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ, പെട്രോളിയവുമായി ബന്ധപ്പെട്ട ജോലികൾ, യോഗ പരിശീലകൻ, ഉപജ്ഞാതാവ് മുതലായവ. എല്ലാവർക്കും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.